അപ്പം നമ്മൾ ലണ്ടനിൽ പോവാം. ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാറിനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പോവാം. എന്താ കാണാനാണ് പോകുന്നത്? സാന്റാക്ലോസിനെ കാണാൻ പോവാന്നോ? ക്രിസ്മസ് ട്രീ ലൈറ്റിങ്, ഫിഷിന്. ഓക്കെ, എന്നാ പോവാം. ശരി. Turn left onto Dorchester End, then turn left onto Mountbatten Drive. എന്തുവാ? Turn left. അച്ഛയാ വണ്ടി ഓടിക്കുന്നത് തൽക്കാലം. In 800 feet, turn right onto Abbots Road. നീ വണ്ടി ഓടിക്കോ? എന്നാ മിണ്ടാതിരുന്നോ. 1358. ഓക്കെ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. 1358. ഇവിടുന്ന് 60 മൈലങ്ങാണ്ടാണ്, 62 മൈലങ്ങ. Turn right onto Abbots Road. പാർക്കിംഗ് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താ അവസ്ഥ. In 1000 feet, at the roundabout, take the second exit onto Mersey Road, B1025. ജാക്കറ്റ് എടുത്തില്ലേ? മറന്നില്ലെന്ന് വിചാരിക്കുന്ന. കാർഡുണ്ട്. കാർഡില്ലേ? കാർഡില്ലെങ്കിൽ ലണ്ടനിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും അവരവരുടെ കാർഡ് വേണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബുദ്ധിമുട്ടിയല്ലേ. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവരുടെ എന്തോ ഒരു കാർഡ് എടുക്കും. എന്താ അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു കാർഡ്. ഈ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് പല പല കാര്യങ്ങളും മറന്നു പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, വിഷ് ചെയ്യാൻ മറന്നുപോയി. നമ്മളെ വിളിച്ചതല്ലായിരുന്നു, ഓർമ്മയില്ല? നമ്മളൊന്ന് അവരുടെ വീട്ടിൽ പോയതല്ലേ. ആ പിള്ളേരുടെ രണ്ടുപേരുടെ ഇന്നലെ ആയിരുന്നു. സാരല്ല, ബിലേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ മതി. കുട്ടിയിലായിരുന്നു മറന്നു എന്ന് മനസ്സിലാവും. അതൊക്കെ ഓർത്ത് വെച്ച് കുറച്ചേരാലെ റിമൈൻഡർ വയ്ക്കണമായിരുന്നു. ഇവിടെ ലണ്ടനിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ചാടി പിടിച്ച് പോകാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം 30 സ്പീഡ്. 30 മേളിൽ പോകാൻ പറ്റത്തില്ല. അതിപ്പോൾ എവിടെ ആയാലും ആ സ്പീഡ് ലിമിറ്റിൽ മേളിൽ പോകാൻ പറ്റത്തില്ല. മേളിൽ പോയാൽ ഫൈൻ വരും.
ജാക്കറ്റ് ഞാൻ ഡിക്കിക്കകത്ത് വെച്ചിട്ടുണ്ട്. ജാക്കറ്റ് ആവശ്യമില്ല. അതല്ല, ഇതിന് ഓൾറെഡി നല്ല കട്ടിയുണ്ട്, അപ്പൊ അതുകൊണ്ട് In 800 feet, at the Friday item roundabout, വലിയ take the തിരക്കൊന്നും first ഇല്ലാതെ exit onto തോന്നുന്നു. Southway, A134. അങ്ങോട്ട് ചെല്ലുമ്പോ അറിയാം. 9 മണിയായി, പക്ഷേ അത്യാവശ്യം വട്ടം വീണിട്ടുണ്ടല്ലേ. ലണ്ടനിലൊക്കെ നല്ല തിരക്കായിരിക്കും. ന്യൂ ഇയറിന്റെ ആൾക്കാർ പുറത്തുനിന്ന് ലോകത്തുനിന്നുള്ള സകല ആൾക്കാരും വരുന്ന സ്ഥലമല്ലേ, അങ്ങനെ തന്നെ നല്ല തിരക്കുണ്ട്. കൂടാതെ പുറത്തുനിന്നുള്ള ലോക്കൽ ആൾക്കാരും നമ്മളെ പോലുള്ള എക്സ്പാർട്ടേഴ്സും എല്ലാം വരുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. Exit the roundabout onto Southway. In a quarter of a mile, at the roundabout, take the fourth exit onto Balkern Hill, A134. കാറ്റുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ലണ്ടനിലെ ക്ലൈമറ്റ് ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് കാണിക്കുന്നത്. പക്ഷെ കാറ്റുണ്ട്. ഓക്കെ, എന്നിട്ട് ചെയ്തോ? Exit the roundabout onto Balkern Hill. In a quarter of a mile, at the roundabout, take the second exit onto Westway, A134. അതുവഴി പോകാൻ പറ്റത്തില്ല, അതുവഴി കാറിന് പോകാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? അതുവഴി എവിടെ പോകാനാ? നമ്മൾ ലണ്ടനിൽ പോകുന്നത് നേരെ, അത് വേറെ സ്ഥലത്ത് പോകുന്ന വഴിയാ. Exit the roundabout onto Westway. In a quarter of a mile, at the roundabout, take the first exit onto Coldbank Avenue. ഇത് ലണ്ടനിൽ പോകുന്ന വഴിയാ. ഫിഷിനെയോ? ഫിഷിനെ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടതല്ലേ? ഏതായിരുന്നു സ്ഥലത്തിന്റെ പേര്? സീ ലൈഫ് ലണ്ടൻ. അത് നമ്മൾ കണ്ടതാ. ഇനി ഇങ്ങനെ ഫിഷിനെ കാണുന്നത് അവിടെ കയറുന്നതിന് പൈസ കൊടുക്കണം കേട്ടോ. എപ്പോഴെപ്പോഴും ഒന്നും കയറാൻ പറ്റത്തില്ല അവിടെ. നോക്കാം. അത് കാറൊക്കെ കൊണ്ടുവന്നു, വലിയ വണ്ടികൾ കൊണ്ടുവന്നു. അന്ന് നമ്മൾ ഫ്രീ ആയിട്ടല്ലേ കയറിയത് അവിടെ ഫിഷിനെ കാണാൻ? പൈസ കൊടുത്തില്ലല്ലോ. മറ്റേ കെല്ല് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ആ അതെ അതെ, ഈ വണ്ടിയൊക്കെ കൊണ്ടുവന്നു. ആ അതെ, 9 മണി. നമ്മൾ അങ്ങ് ചെല്ലുമ്പോ 10:30 ആവുമായിരിക്കും അല്ലേ? ആ ശരി ശരി. 10:10 അവിടെ ചെല്ലണമെങ്കിൽ ഈ പറയുന്ന ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്പീഡുകളിൽ പോകണം. എല്ലാ സ്ഥലത്തും നമുക്ക് ഈ പറയുന്ന സ്പീഡിലൊന്നും പോകാൻ പറ്റത്തൊന്നുമില്ല. ഓക്കെ, ബോട്ടിലാ പോകുന്നത്. 60 പോകാൻ പറ്റത്തില്ല ഇപ്പം തൽക്കാലം. മറ്റുള്ള വണ്ടികൾ പോകുന്നതിന്റെ പുറകിലേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു മിനിമം ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പോകുന്ന പോലെ പോകാൻ പറ്റത്തില്ല.
quarter of a mile, at the roundabout, take the second exit onto the A12 ramp to London, Chelmsford. ലണ്ടനിലോട്ട് തിരിയുന്ന റൗണ്ട് അബൌട്ട് ഇല്ല. സെക്കൻഡ് എക്സിറ്റ്. ഇവിടെയൊക്കെ നമുക്ക് പിന്നെ എങ്ങനെയും പോവാം, പക്ഷെ ലണ്ടനിൽ ചെന്ന് കഴിയുമ്പോഴും അവിടുത്തെ റൗണ്ട് അബൌട്ടും ഒരുപാട് റോഡുകളാണ്, ഫ്ലൈ ഓവേഴ്സും ഒക്കെ ഒത്തിരി. അതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഇല്ല അവിടുത്തെ. Exit the roundabout onto the ramp. ഒരു ഐഡിയ ഇല്ല അവിടുത്തെ, വലിയ വിഷയമാണ്. ഫസ്റ്റ് ടൈം നമ്മൾ പോയപ്പം രാത്രി ആയതുകൊണ്ടാണ് പണി കിട്ടിയത്. In a quarter of a mile, merge with A12. A12 മേർജ് ചെയ്യാനാണ്. അപ്പുറത്തത് A12 ഹൈവേ. A12 Continue on A12 for 22 miles. രണ്ട് ലൈനേ ഉള്ളൂ, ഒരു ലൈൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആവറേജ് സ്പീഡ് ചെക്ക് ആട്ടോ. നമ്മുടെ സ്പീഡ് ചെക്ക് ചെയ്തോട്ടെ. നമ്മളെന്തായാലും നമ്മൾ അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. നമ്മുടെ 70. സ്പീഡല്ലേ പോകണ്ടേ. 60 മൈലാണ് ഇനി, 60 മൈൽ അല്ലേ. 21 മൈൽ സ്ട്രൈറ്റ്, അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ്. റോഡ് പണി കണക്കാണ്. ഞാൻ സ്പീഡ് നോക്കുന്നുണ്ട് കേട്ടോ. 50 70 എന്നൊക്കെ പറഞ്ഞ സ്പീഡ് ആട്ടോ. ഓ ശരി ശരി. അല്ല ചുമ്മാ നമ്പരൊക്കെ പറയുന്നത്. 50 ആണ് speed. പക്ഷേ ഇതിനകത്ത് കാണിച്ചത് 70. വർക്ക് നടക്കുന്നതുകൊണ്ട് അവർ കുറച്ച് വെച്ചിരിക്കുക. ക്യാമറയാണ് ബാക്കി വെച്ചിരിക്കുന്നത്. ഇതുവഴി അതോട്ട് മേഴ്സി റോഡിലോട്ട് പോകണ്ട നമുക്ക്. സ്റ്റാൻഡ് നമ്മുടെ മറ്റേ സൂവില് പോകുന്ന വഴി. സൂവിലാണ് ജനുവരി 1 മുതൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു 10 പോകണ്ടേ ഉള്ളെന്ന്. ഒക്കെ പോകണമെങ്കിൽ അയ്യോ നടന്ന് മനുഷ്യന്റെ ചുടലും പണ്ട്. നമ്മൾ ഇങ്ങോട്ടൊക്കെ പോകാം. ഇങ്ങോട്ട് അയ്യോ മഴ കിട്ടിയല്ലോ. അങ്ങോട്ടായിരുന്നു എന്തുകൊണ്ട് പോകേണ്ടിരുന്നിട്ട്. വേറെ ഏത് വഴിയിലേക്കാണല്ലോ. എനിക്ക് കയറാൻ പറ്റത്തില്ലല്ലേ. തന്നെയാ തോന്നുന്നു കേട്ടോ. അല്ല പിന്നെ അവിടെ ചെന്നിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ? കറക്റ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഇതില് പറയത്തില്ല, കാരണം ഇത് റോഡ് തന്നെയാണല്ലോ. അവിടെ ചെന്നിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. എക്സ്ട്രാ ക്യാമറ വെച്ചിരിക്കുന്നുണ്ടോ അവന്മാര്? ഈ പണിക്കാർ വെച്ചിരിക്കുന്ന ക്യാമറ. അവിടെ ചെന്നിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ സംശയമുണ്ട്. ആ വണ്ടി മാത്രമേ അതുവഴി പോയുള്ളൂ. അത് ഇല്ല, കാറിലൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ പുറയിലും കുറെ വണ്ടികളുണ്ട്. ഇല്ല, ചിലപ്പോ ഈ റോഡിൽ പോയി അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മുടെ മുമ്പേ വണ്ടികളില്ലാത്തതാണ് ഈ പ്രശ്നം. ഒന്ന് മിണ്ടായിരിക്കും. ഒന്ന് ചിലപ്പോ അവിടെ ചെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. നോക്കാം. ആ പറ്റുമെന്ന് എന്തോ
കാറുകളൊക്കെ അവിടെ സ്ട്രെയിറ്റ് പോകുന്നുണ്ടല്ലോ. അവരെല്ലാം അങ്ങോട്ട് പോകട്ടോ. എക്സ്ട്രാ ക്യാമറ വെച്ചിരിക്കാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ആ ലൈനെ കൂടെ ആയിരുന്നു പോയത്. സംഭവം ആ വണ്ടി ഇപ്പുറത്ത് വരും. റോഡ് കണ്ടോ? വണ്ടി ഇപ്പുറത്ത് വരുമെന്ന് തന്നെ അർത്ഥം. ഉണ്ടോ? വളഞ്ഞ് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടോ? മാർച്ചായി. ആ. ഇതിലെ പോയി കണ്ടു തന്നെ. എന്തുവാണ് ഏറ് ചെയ്യുന്നത്? ബിസ്ക്കറ്റും പിടിച്ചോണ്ടിരിക്കുക. കടിച്ചു പൊടിച്ച് ഇടാതെ വേണമെങ്കിൽ തിന്നെ, അല്ലെങ്കിൽ മടക്കി വെക്ക്, മാറ്റി വെക്കത്. വേണ്ട. മാറ്റി അവിടെ വയ്ക്കാം, കവറിനകത്ത് വയ്ക്കും. ഞാൻ ഇവിടെ കവർ ഇവിടെ വെച്ചിട്ടില്ലേ, കവറിനകത്ത്. എന്തിനാണ് നീ ബാക്കിലിരിക്കുന്നത്? കൊച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ അതിനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൂടെ നിനക്ക്? അതാ കാർ സീറ്റ് അതിന് കാർ സീറ്റ് അനങ്ങാൻ പറ്റത്തില്ല. അതിന് കാർ സീറ്റ് സ്പീഡ് ബെല്ലിട്ട് വെച്ചിരിക്കുകയല്ലേ, നിനക്ക് അനങ്ങാൻ പറ്റുമല്ലോ. പക്ഷെ എനിക്ക് വേണ്ട ഇത് കഴിക്കാൻ. നീ കഴിക്കുന്ന കവറിലോട്ട് വെക്കാനല്ലേ കവറിലോട്ട് പറഞ്ഞത്? വെച്ചാ പോരെ? അവർക്ക് വെച്ചല്ലോ പിന്നെ. കാറ്റുണ്ട്. ഇത്ര പെട്ടെന്ന് പിന്നെ എന്തിനാ ഇറങ്ങിയത്? ഇതുവഴി ബസ് ഉണ്ട് കേട്ടോ, ഹൈവേ വഴി ഹൈവേക്കിൽ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇറങ്ങി ചെറിയ റോഡിൽ വരെ ഇവിടുത്തെ സ്പീഡ്. പക്ഷേ ചില ആൾക്കാരൊക്കെ ഇവിടെ 110 പോകുന്നതാ പറയുന്നത്. രാത്രിയിലൊക്കെ ക്യാമറ പിടിക്കത്തില്ല. അപ്പം ക്യാമറ പിടിക്കാണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുറെ ആൾക്കാർക്ക് ഫൈൻ വന്നിട്ടുണ്ട്. രണ്ടു ലൈൻ കാണിക്കുന്നത്. ഇവിടുത്തെ വണ്ടിയല്ല, വേറെ ഏതോ സ്ഥലത്തെ വണ്ടിയാണ്. രണ്ടാം റോഡാ കേട്ടോ, നമുക്ക് ഇറങ്ങി പോകുന്നത്. അതാ രണ്ടാം റോഡ് നീങ്ങാണ്.
പറയാം കേട്ടോ. അങ്ങനൊന്നും എത്തത്തില്ല. ഇനി 1 മണിക്കൂർ നമ്മൾ ഈ വണ്ടിയിൽ ഇരിക്കണം. 1 hour. ഓക്കെ, 60 minutes. അതുകൊണ്ട് മിണ്ടാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. എത്തുമ്പോ അച്ഛ പറയാം എത്തിയെന്ന് കേട്ടോ. ഇനി ഇത്തിരി സമയം എടുക്കും. 59 minutes. ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തതാണ് എന്റെ വലിയ വിഷയം. ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ 40 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിയാലും അതെ, ഒരു മടുപ്പും ഇല്ല. ഒരു മടുപ്പില്ല, ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഡയറക്റ്റ് ട്രെയിൻ ഇല്ലല്ലോ. 10 minutes എന്താ അങ്ങനെ? അതെ, ഇടയ്ക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, പിന്നെ വീണ്ടും ഇവന്മാര് നിർത്തി, ഡയറക്റ്റ് ട്രെയിൻ നിർത്തി. ഇനിയിപ്പം ഫെബ്രുവരിയിലും മാർച്ചിലും ഒന്നും ഇല്ല, ഒന്നും കാണിക്കുന്നില്ല. ചിലപ്പം സ്റ്റാഫ് ഷോർട്ടേജ് കൊണ്ടോ അല്ലെങ്കിൽ ആർക്കറിയാം എന്താ പ്രശ്നം. ഈ ലൈനിൽ വല്ല പണി നടക്കുവാണോ? അതിന്റെ റീസൺ ഒന്നും എങ്ങും എഴുതിയിട്ടില്ല. ഡയറക്റ്റ് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ശരിക്കും അങ്ങനെ എന്താ പറയുക, അങ്ങനെ നിർത്തുന്നതല്ല. കാരണം ഒരുപാട് ആൾക്കാർ കോൾജസ്ട്രിയിൽ നിന്നും ഇപ്സിച്ചിൽ നിന്നും ഒക്കെ ലണ്ടനിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പിന്നെ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 40 മിനിറ്റ് കൊണ്ട് എത്തേണ്ടവർ ഇപ്പൊ 2.5 മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത്. ആലോചിച്ച് നോക്കി, 40 മിനിറ്റ് കൊണ്ട് എത്തേണ്ടവര് 2.5 മണിക്കൂർ കൊണ്ട് എത്തുമ്പോൾ എത്ര നേരത്തെ അവർ ഇറങ്ങണം? ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തോ? എത്തുമ്പോ വിളിക്കാം. വിളിക്കാടാ. ഉറങ്ങിക്കോ, ചാരി കിടന്ന് ഉറങ്ങിക്കോ. 58 minutes. കുഞ്ഞിനൊന്ന് ഉറങ്ങി എഴുന്നേക്കാനുള്ള സമയമുണ്ട്. കുഞ്ഞ് ഉറങ്ങിക്കോ. സമയമാകുമ്പോ വിളിക്കാച്ച കേട്ടോ. ഉറങ്ങിക്കോ. കാറൊക്കെ പോകുന്ന സ്പീഡിലാണ്. നല്ല സ്പീഡിലാണ്. ടെസ്ല. ക്യാമറ ഉണ്ട് കേട്ടോ. ക്യാമറയാണ്. ഗൂഗിൾ മാപ്പിലൊന്നും ക്യാമറ ഒന്നും കാണിച്ചിരുന്നില്ല. ഇന്നൊരു എക്സിറ്റ് ഉണ്ട്.
മറ്റേ പാട്ടുണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു ഐറുവിന്റെ പാട്ട്? ഫാദർ ക്രിസ്മസ് എങ്ങനെ പാടുന്നത്? കേക്കാൻ പറ്റുന്നില്ല. കേക്കാൻ എങ്ങനെ? കേക്കാൻ പറ്റുന്നില്ല, ഉറക്കപ്പാട്. ആ നീ മിണ്ടായി, കൊച്ചു പാടുണ്ട്. മൈലില്ല പൊക്കോണ്ടിരിക്കുന്നത്. വണ്ടി ഒന്നും മാറി കൊടുക്കണം. എല്ലാരും 70-ലൊന്നും പോകുന്നുണ്ടാവുകയല്ലോ സാർ. 70 തന്നെ സ്റ്റിക്ക് ചെയ്തൊന്നും പോകാൻ പറ്റത്തില്ല. ഇടയ്ക്കൊക്കെ 70 വരും, ചിലരൊക്കെ 70 മേളിൽ പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ആവറേജ് സ്പീഡ് ലിമിറ്റ് ക്യാമറ ഉണ്ട് എഴുതി വെച്ചിരിക്കുന്നത് എല്ലായിടത്തും. അതായത് ആവറേജ് സ്പീഡ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എഴുതിയിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള. അതായത് ഒറ്റ ലൈനിൽ നമ്മൾ 70-ന് മേലെ പോവുകയാണെങ്കിൽ ആവറേജ് കണക്ക് കൂട്ടി നോക്കുമ്പോൾ 70-ന് മേലെ അല്ലേ എപ്പോഴും. അങ്ങനെ ആവറേജ് സ്പീഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പലയിടത്തും എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ അപ്പുറത്തെ ലൈനിൽ നിൽക്കണോ? ലണ്ടൻ ഷംസ്ബർഗ് ഈ 2 ലൈൻ, ആദ്യത്തെ 2 ലൈൻ. സിട്രോൺ പോലെ ഏറ്റവും സ്പീഡിലല്ലേ? സിട്രോണൊക്കെ ഗൾഫില് എഴുതി തള്ളി കിടക്കുന്ന സാധനമാണ്. ഒരു മനുഷ്യൻ എടുക്കത്തില്ല. അറിയാം, വളരെ അപൂർവം ചില ആൾക്കാരെ എടുക്കുന്നില്ല. ഇത് പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്ന് വരുന്നവർ വല്ലതും എടുക്കുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ അവിടുത്തുകാരും അല്ലെങ്കിൽ പിന്നെ കമ്പനികൾ എടുക്കും, അവരുമായിട്ടുള്ള ഒരു ടൈപ്പിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെ സിട്രോൺ ഒന്നും അവിടെ കാര്യമായി കച്ചവടമുള്ള സാധനമല്ല. സിട്രോൺ, റിനോൾട്ട്, ഈജറ്റ് ഇതൊന്നും വലിയ കച്ചവടമുള്ള. ഗൾഫിൽ കച്ചവടം നടക്കുന്നത് നിസാൻ, ടൊയോട്ട ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. BMW, ഫോർഡ്. ലാൻഡ് ക്രൂയിസർ, മറ്റേത് ലാൻഡ് റോവർ, അതിന് നല്ല കച്ചവടം. ഈ 45 മൈൽ 21 മിനിറ്റ് എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ക്യാമറകളും വെച്ചിട്ടുണ്ട്. സ്പീഡ് ക്യാമറയാണോ നല്ല അപ്പുറ സൈഡിൽ ഒരു ക്യാമറ ചെയ്താണ് വൈറ്റ് കളർ. ഇവിടുത്തെ ആൾക്കാരുടെ മുമ്പിൽ ഇത് പാടി കഴിഞ്ഞാൽ പാട്ട് അവർക്ക് മനസ്സിലായി ഏതാണ്, പക്ഷെ ഏത് ഏത് ലാംഗ്വേജിലായി പാടുന്നതെന്ന് സംശയമില്ല. ഏത് അക്ഷരങ്ങളായി പറയുന്നത്, ഏത് വാക്കുകളായി പറയുന്നത്, അതിനകത്ത് എനിക്ക് സംശയം വരും. ഇങ്ങനെയാ പാടുന്നത്. ഈ ഗോഡ് സ്റ്റക്ക് എന്നുള്ളതിന് ചക്ക്
ചക്ക താളുവാണ്. കൊച്ചിന് അത്ര വരുന്നില്ല. സ്റ്റക്ക് കൊച്ചിന് പറയാൻ ആയില്ല ഇല്ലേടാ? അത് പറയും കുറച്ചുകളുടെ കാര്യം. ചക്കല്ല, സ്റ്റക്ക്. 19 മൈൽസ് 20 മിനിറ്റ്സ് പോകാം എഴുതി വെച്ചിരിക്കുന്നത്. അതായത് പ്രശ്നമൊന്നും ഇല്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് 1 മൈലിന് 1 മിനിറ്റ്, 1.5 കിലോമീറ്റർ, 1.6 കിലോമീറ്ററിന് 1 മിനിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്യാം 70 മൈൽ സ്പീഡിൽ പോയാൽ. നമ്മുടെ ഒരു കാൽക്കുലേഷൻ. ഈ 70 മൈൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 110 കിലോമീറ്ററാ? ഓൾമോസ്റ്റ് 120 മൈൽ. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് കറങ്ങി പോകുന്നത്. അതാ ട്രെയിൻ, ആ വഴി പോകുന്ന ട്രെയിനാണ് കേട്ടോ. എനിക്കൊന്ന് വിത്തമാന്ന് തോന്നുന്നു. വിത്തം ആണോ? കഴിഞ്ഞു. അങ്ങോട്ടാ എയർപോർട്ടിൽ പോകുന്നത്. സ്റ്റാറ്റ്ഫോർഡാണ്. സ്റ്റാൻലി പല്ലൊക്കെ വെപ്പോൾ സ്റ്റാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ടിലത്തെ പല്ല് തന്നെ. ടിഷ്യൂ ബോക്സ് എടുത്തല്ലേ? ഇതിനകത്ത് ടിഷ്യൂ ബോക്സ് ബാഗ് ഉണ്ടല്ലോ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് വന്നപ്പോൾ വണ്ടികൾ ഇങ്ങോട്ട് നല്ല തിരക്കായി തുടങ്ങി കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മുഴുവൻ ഫാമിംഗ് ഏരിയകളാണ് കേട്ടോ. ഫുൾ ഫാമിംഗ് ഏരിയ കേട്ടോ. നിർത്തിയുടെ എമർജൻസിയിലെ ഇവിടെ നിന്ന് ഇതായി എമർജൻസി പോസ്റ്റ്. ഇവിടെ നിന്ന് ഫോൺ വിളിക്കണ്ടേ? ഈ എമർജൻസി ഇവന്മാര് വരും. അവിടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഇനി വരുന്ന റൗണ്ട് അബൌട്ട് ഉണ്ടല്ലോ, വലിയ ഒരെണ്ണം, അവിടെ നിന്നാണ് നമുക്ക് സ്ട്രെയിറ്റ് പോകേണ്ടത് കേട്ടോ. അല്ലല്ല, മീൻസ് മാപ്പിനകത്ത് കാണിക്കുന്നത് ഇപ്പം താഴെട്ടാ. നമുക്ക് അവിടെ ചെന്നിട്ടാണ്. അല്ല, നസനല്ലേ അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ച് പറഞ്ഞത്. ഈ വഴി പോകണ്ട, നമുക്ക് സ്ട്രെയിറ്റാ പോകേണ്ടത്. ഇത് കാണിക്കുന്നത് എന്താണ്? ഇതിനകത്ത് സ്ട്രെയിറ്റല്ലേ കാണിക്കുന്നത്? അല്ല, ഈ വഴി സ്ട്രെയിറ്റാ പോകേണ്ടത്. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത റൗണ്ട് അബൌട്ട്. ഇതല്ല, മാൽഡനിലല്ല, മാൽഡൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവർക്ക് ഇറങ്ങി പോവാതെ നേരെ പോവാന്ന് പറഞ്ഞില്ലായിരുന്നു. റൗണ്ട് പൊട്ടി ലെഫ്റ്റാ കാണിക്കുന്നത് അല്ലേ? പക്ഷെ നമുക്ക് സ്ട്രൈറ്റ് പോകണം. അതെ അതെ അതെ. അതെ, പക്ഷെ നമുക്ക് പോകേണ്ടത് സ്ട്രൈറ്റ് ആണ്.
നേരെ പണിയുണ്ടെന്നാണ്. Take the A1114 exit. നേരെ പോയാൽ പണിയുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താ വേണം? നേരെ തന്നെ പോകാൻ. In a quarter of a mile, at Howgreen Interchange, take the second exit onto A130. അതുവഴി പോയിട്ടുള്ളത്. ഇതൊരു വഴി മാറ്റി കാണിച്ചില്ലേ? മാറി ഇതിൽ മാറിയില്ലേ? അറിയില്ല, കാരണം നീ സ്റ്റാർട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി വേറെ എങ്ങാണ്ട് ചെന്ന് കഴിയുമ്പോ മാറണം ബസ് താഴോട്ട് പോകണം, ലെഫ്റ്റിലേക്ക് പോകണം. നമ്മള് ലാസ്റ്റ് ലൈൻ പിടിക്കണം അവിടെ. അവിടെ അവിടെ അല്ലേ? ഭയങ്കര നാട്ടം. ലോറി വെയിറ്റ് ഇല്ല, ഇതേ ലോഡ് ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് ബാക്കി കിടന്ന് ആടും. കുറെ വന്ന് ഡേഞ്ചറാണ്, ബാക്കി കിടന്ന് കറങ്ങും, ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ലോഡ് ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട് തിരിക്കുമ്പോൾ ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതായത് തിരിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയത് വേണ്ട. അവിടെ എന്തോ ഒരു ടയറോ എന്തോ സാധനം കിടന്നു, ഒന്നും വെട്ടിത്തിരിക്കാൻ പാടില്ല. വേറെ കാര്യം, അത് കയറി കഴിഞ്ഞാൽ അത് തെറിച്ച് പുറകെ വരുന്ന വണ്ടിയൊക്കെ അതും പ്രശ്നം. സ്ട്രേറ്റ് ആണല്ലേ പറയുന്നത് നമുക്ക്. നമ്മൾ സ്ട്രൈറ്റാ പോകുന്നത്. യൂട്ടേൺ എടുക്കുന്നതിനൊക്കെ ഇതിനകത്ത് കാണിക്കുന്നു. ഇവിടെ നമ്മൾ സ്ട്രൈറ്റാ പോകുന്നത്. ഇത് വീഡിയോ നല്ല കഴിഞ്ഞ സെക്കൻഡിൽ പോയതല്ലേ, പാലൊക്കെ ഓർമ്മയില്ലേ? ആ ആണോ? നമുക്ക് അവിടെ ചെന്നിട്ട് കൈ കഴുകുന്നു. പാടങ്ങളൊക്കെ കറക്റ്റ് ലൈനായിട്ട് വരച്ച് എന്ത് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് കള എന്താ പറയാ നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറ്റി കുറ്റിയായിട്ട് നിൽക്കുക. അത് എല്ലാം മെഷീൻ വെച്ചില്ലേ ചെയ്യുന്നത്. കറക്റ്റ് ലൈൻ വഴി വെട്ടി തിരിച്ച് ഒറ്റ ചാട്ടാക്കാം വണ്ടിയുടെ മുമ്പിലോട്ടാണ്. എന്തോ അങ്ങനെ ചെയ്തായിരുന്നു. ഇവിടെ 40 സ്പീഡ് ക്യാമറ ഇരിക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. പക്ഷെ അത് 70ന്റെ സ്പീഡാണ് ചെക്ക് ചെയ്യുന്നത്. പണി നടക്കുന്നുണ്ട്, അതാണ്. ഇതിനകത്ത് 70 കാണിക്കുക, അത് നോർമൽ സ്പീഡാണ്. ഇവിടെ പണി നടക്കുമ്പോൾ അവർ പല സ്ഥലങ്ങളിലും സ്പീഡ് കുറയ്ക്കും. അപ്പോൾ ആ സ്ഥലങ്ങളിൽ സ്പീഡ് കുറച്ചേ പോകാൻ പാടുള്ളൂ. ഇത് പണിയൊന്നും ഇല്ലാതെ കിടക്കുന്ന സമയത്ത് ഉള്ള സാധാരണ സ്പീഡാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അങ്ങനെ അസാധാരണമായ സമയത്ത് പണി നടക്കുമ്പോൾ അവർ സ്പീഡ് ലിമിറ്റ് കുറയ്ക്കും. അതാണ് അവിടെ ഇവിടെ എല്ലാം ടെമ്പററി സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു 40. എല്ലാ വണ്ടികളും കണ്ടില്ലേ? എല്ലാ വണ്ടിയും സ്പീഡിൽ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാ വണ്ടിയും സ്പീഡ് കുറച്ചല്ല, 40-ലായ എല്ലാവരും പോകും. എല്ലാരും ഇവിടുന്ന് റൈറ്റിലേക്കും പോകാം, സ്ട്രേറ്റിലേക്കും പോകാം. നമുക്ക്
റൈറ്റോട്ട് വേണമെങ്കിലും കയറാം. റൈറ്റ് ലൈനിൽ കയറി ഇത് അവിടെ ചെന്നിട്ട് മേർജ് ആവുമെന്ന് അവര് പറയുന്നത്. ആയിരിക്കും. 2 ലൈനിലും പോവാം. ഏകദേശം നമ്മൾ അപ്പുറത്തെ ലൈനിൽ കൂടെ അല്ലേ പോയി. മൈൽസ് 2 മൈല് 40 സ്പീഡ്. ഈ കൺസ്ട്രക്ഷന് വേണ്ടിയാണ് തോന്നുന്നത് റൈറ്റ് സൈഡ് മുഴുവൻ സാധനങ്ങൾ ഇറക്കിയിട്ടേക്കാൻ. സാധനം പുല്ല് വിളിച്ചു പോച്ചാണോ അത്? പുല്ലുകൊണ്ട് ഇട്ടേക്കാണോ? നല്ല പുല്ല് കിളിച്ചതാണോ അത് കണ്ടിട്ട്? മഴ പെയ്തേ ഇവിടുന്ന് ഇതുപോലെ പുല്ലുള്ള സ്ഥലത്ത് നിന്ന് മീൻസ് അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് എല്ലാവരും സ്പീഡ് കുറച്ച്. ആരും ഓൺ അടിക്കുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ഒന്നുമില്ല. എല്ലാവരും പതുക്കെ പോകും. നമുക്ക് 40 സ്പീഡ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. 40 പോകാൻ പാടുള്ളൂ. രാത്രിയിൽ ഇതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. അതിൽ ആൾക്കാർക്ക് കാണാമല്ലോ. രാത്രിയിൽ ഈ സാധനങ്ങൾ മുഴുവൻ റിഫ്ലക്ട് ചെയ്യും. അല്ല റോഡ് പെട്ടെന്ന് കാണാൻ പറ്റത്തുള്ളൂ. അല്ല എവിടെയെങ്കിലും ഇടിച്ച് കയറത്ത് എന്നിട്ട് തന്നെ പോയി ഇടിച്ച് കയറുന്നത്. ഇതുണ്ട്, അത് കണ്ട ക്യാമറ ഇരിക്കുന്നത് റൈറ്റ് സൈഡിൽ. സ്പീഡ് ക്യാമറ ആണോന്ന് അറിയത്തില്ല. അല്ലെന്ന് തോന്നുന്നു. മഞ്ഞ കളറിലിരിക്കുന്നതെല്ലാം സ്പീഡ് ക്യാമറയാണ്. മഞ്ഞ പോസ്റ്റ് ചെയ്തിരിക്കുന്ന റൈറ്റ് സൈഡിൽ കിടക്കുന്നത് കേബിളാണ്. കണ്ടോ? കേബിൾ ഈ മറ്റേ ഫൈബർ ഒപ്റ്റിക്സ് കേബിളാണ്. റിഫ്ലക്ട് ചെയ്യോ രാത്രിയിലല്ലോ? ഇല്ല ഇല്ല, ഇത് എനിക്കൊന്ന് ഇവിടെ കുഴിച്ചിടാൻ വേണ്ടി എല്ലാം ലൈൻ റെഡിയാക്കി എല്ലാം പൈപ്പെല്ലാം ഇട്ട് വെച്ചിരിക്കും. ലൈന് വയറെല്ലാം വലിച്ചിട്ട് വെച്ചിരിക്കും. എനിക്കൊന്ന് കുഴിച്ച് പെട്ടെന്ന് തന്നെ ഇട്ട് ക്ലോസ് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് 31 മൈല് പോകാനുണ്ട്. ഓ ആണോ? ആ സൈഡാ? ഒന്ന് ശരി. ഞാനൊരു പേന എടുത്തിട്ടുണ്ട് ബാഗിനകത്തൊരു ബ്ലാക്ക് കളർ. ഇവിടെ ഒഫീഷ്യൽ ആയിട്ട് ഒരിക്കലും ഇവിടെ ആരും ബ്ലൂ യൂസ് ചെയ്യത്തില്ല, ഓൺലി ബ്ലാക്ക്. ഇവിടുത്തെ എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ബ്ലാക്ക്. ഇവിടെ ബ്ലൂവിന്റെ കളിയേ ഇല്ല. ഇത് പുല്ല് വളർത്തിയിട്ടേക്കുന്ന സ്ഥലമാണ്. ഗ്രൗണ്ട് ആ തോന്നുന്നു അല്ലേ? അതിന്റെ നടുക്കാ മരം നിൽക്കുന്നപ്പോ ഇലയൊന്നും നല്ല രസമുണ്ട് കാണാൻ. ഇല മൊത്തം പോയി വെറുതെ. മരത്തിന്റെ ഒക്കെ വേര് എങ്ങനെയാണോ താഴോട്ട് അതുപോലെയാണ് മരം മുകളിലോട്ട് നിൽക്കുന്നത്. നമുക്ക് ഇല പൊഴിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടിട്ട് എന്താ ഗ്രൗണ്ട് പോലെ എനിക്ക് തോന്നുന്നത്. പണി കഴിഞ്ഞാണ്ടോ എന്റെ ഇനി സ്പീഡിൽ പോവാം. ചാടി അതായിരിക്കും നല്ലത്. എല്ലാരും സ്പീഡ് കൂട്ടും. എല്ലാരും സ്പീഡ് കൂട്ടിയില്ലേ? എല്ലാരും സ്പീഡ് കൂട്ടി. പറന്നു പോകുന്നുണ്ട് എല്ലാരും. കറക്റ്റ് ആയിട്ടാ അത് പോകുന്നത്. ഇതിപ്പോ എല്ലാരും പോയി 70 മൈലിന് മേലെ. അതൊക്കെ 70 മൈലിന് മേലെ കൊടുത്ത് ഇനി അവരെ പറഞ്ഞ വഴി. അതുകൊണ്ട് തന്നെ ട്രാഫിക് ഇല്ല. കറക്റ്റ് ആയിട്ട് അവർ പാലിച്ച് പോകുന്നുണ്ട്. ഇത്രയും നേരമായിട്ട് ആരെങ്കിലും പുറകെ ഒന്ന് ഫോൺ അടിക്കുകയോ ലൈറ്റ് അടിക്കുകയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അങ്ങോട്ട് 3 ലൈനാണ്.
ഇത് രണ്ട് സൈഡിലും ഈ ക്ലൗഡ്സിനാണ് ഫാമിംഗ് ഏരിയയാണ്. നടുക്കൂടാണ് ഈ ഹൈവേ പോകുന്നത്. നമ്മുടെ നാട്ടിൽ അയ്യോ കൃഷി സ്ഥലം അയ്യോ പാടില്ല, കൃഷി സ്ഥലം എടുക്കാൻ പാടില്ല, കൃഷി സ്ഥലം എടുത്താൽ പ്രശ്നമാണ്, കൃഷി കർഷകൻ തെരുവിലാവുന്നൊക്കെ പറഞ്ഞിട്ട് അല്ല. സ്ഥലം വേണ്ടേ റോഡ് പണിയണമെങ്കിൽ? ഇതുപോലുള്ള ഹൈവേകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നാട് വികസിക്കത്തുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നോക്കണേ, അടുത്തതാണ് നമ്മൾ താഴ്ത്തിറങ്ങുന്നത്. വലിയൊരു ഇന്റർചേഞ്ച് വരുന്നുണ്ട്, അവിടെയാണ് നമുക്ക് താഴ്ത്തിറങ്ങുന്നത്. എത്ര ദൂരം ഉണ്ടത്? കുറച്ച് സ്ഥലം കൂടെ ഉള്ളു കേട്ടോ. താഴോട്ടിറങ്ങുമല്ലോ നമ്മളവിടുന്ന്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം ഒരു സ്ഥലത്ത്. റൈറ്റിലോട്ട് പോകണമെന്നാണ് ഇത് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. പിള്ളേരെ അന്ന് അടങ്ങിയിരിക്കോ നിങ്ങള്? ഇന്നലെ മമ്മി വിളിച്ച് പറഞ്ഞേട്ടാ, മാളൂനാണെങ്കിൽ ക്ഷമ അല്ലെങ്കിൽ ഒന്ന് വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടി മാളൂന്. ചെറിയ സ്ഥലം കൂടെ ഉണ്ട്, കുറെ കൂടെ ഉണ്ട്. പാലത്തെ കൊണ്ടുവന്ന് ട്രെയിലർ ഇട്ട് നിർത്തി വെച്ചിരിക്കുക. യൂസ് ചെയ്യുന്ന പാലം. അടങ്ങിയിരി. ഈ ക്യാമറ റെക്കോർഡിംഗ് ആണ്, ഇത് ഓർമ്മ വേണം. ആളൂനെങ്കിലും അത് ഓർമ്മ വേണം കേട്ടല്ലോ. ഇവിടെയൊക്കെ വീടുകളുണ്ടോ? ഇവിടെയൊക്കെ വീടുകൾ, ലെഫ്റ്റ് സൈഡില് വീടുകൾ. ഏതോ സ്ഥലത്തിന്റെ പേര് അലക്സാണ്ടർ ലൈൻ. ഏറ്റവും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഫോർഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലങ്ങളുണ്ട് ഒരുപാട് അല്ലേ. ഫോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഈ സൈൻ ബോർഡിൽ തന്നെ ഉണ്ട് ഫോർഡ്, വെള്ളക്കെട്ട് എങ്കിൽ എന്താ പറയാ ഫ്ലഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർത്ഥമുണ്ട് ഫോർഡിന്. അതിന്റെ അർത്ഥം ഒരുപാട് ഈ കുറുക്കന്റെ കൂട്ടുള്ള ജീവികളില്ലേ, അതിന് വണ്ടി അടിച്ചിട്ടുണ്ട്. ലോറിയൊക്കെ ഇടിക്കുന്നത് രാത്രിയില് ഇവിടെ എല്ലാം ഇതുപോലെ മരിച്ചു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തോർണം കിടക്കുന്നുണ്ട്. കുറെ എണ്ണത്തിനെ കണ്ട് അവിടെ ഇവിടെ എല്ലാം വണ്ടി അടിച്ചിട്ടേക്കുന്നു. പൂച്ച, അതുപോലെ കാട്ടുപൂച്ചയൊക്കെ ഇല്ല. റൈറ്റ് സൈഡിൽ നിന്ന് ചോളാന്ന് തോന്നല്ലേ, കരിഞ്ഞിരിക്കുന്നല്ലോ. അത് അങ്ങനെ തോന്നുന്നു അതിന്റെ മുറ്റി, അതെന്താ പറയാ, വളർച്ച മുറ്റി, അതിന്റെ ലൈഫ് തീർന്നു. ഇനിയും യാത്രയിലൊക്കെ ഇത് കാണാൻ നല്ല രസമായിരിക്കും. എല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന സാധനമാണ്. ഇപ്പോഴൊക്കെ വീടുകളും കാര്യങ്ങളും ഒക്കെ അപ്പുറത്തൂടെ അതിന്റെ ഓപ്പണിങ് വരുന്നത്. ആ സൈഡിൽ കൂടെ ഇപ്പുറത്ത് വരാനുള്ള സ്ഥലമുണ്ട്. മാൻ ചാടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഈ സാധനത്തിന് ഇടിച്ചിട്ടേക്കുന്നത് ഇതുപോലുള്ള സ്ഥലത്തിൽ നോക്കിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അതിനെ തൊട്ടാ കേസാ. എന്തതിനെ തൊട്ടാലും കേസാ. ഇവിടെ ആണെങ്കില് കെയർ ചെയ്തില്ല. ഇദ്ദേഹം വണ്ടിക്ക് ഒരു കേടി, വണ്ടി ഇടിച്ചു മരിച്ചു. വണ്ടിക്ക് എന്താ അപകടം പറ്റുമെന്നറിയോ? യാത്ര ഇടിച്ചു കഴിഞ്ഞാൽ തന്നെ ഗ്ലാസ് പൊട്ടും, വണ്ടി അപകടത്തിലാണ്, ബമ്പറെല്ലാം ഇളകി പോകും. ഭയങ്കര ബലമായി. നമ്മൾ അടുത്തെത്തി കേട്ടോ മറ്റേ സാധനത്തിന്റെ അവിടുന്ന്. ലാസ്റ്റ് ലൈനിലാണ്
സൂം ഔട്ട് ചെയ്ത് നോക്കി. ആ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടായിരുന്നു. ഇല്ലല്ലോ, ഇവിടെ അല്ലേ? ഒന്ന് സൂം ഔട്ട് ചെയ്ത്. ആ അപ്പം താഴോട്ടാ പോകണ്ടേ അല്ലേ? ഇവിടുന്ന് താഴെ അസമൻ ഇവിടെ നമുക്ക് നേരെ പോവാം. നേരെ പോകാൻ പറ്റത്തില്ല, താഴോട്ടല്ലേ പോണ്ടേ? താഴോട്ടല്ലേ പോണ്ടേ? ആ. താഴോട്ടാ കാണിക്കുന്നത്. സൂം ഔട്ട് ഞാൻ കാണിച്ചു. സൂം ഔട്ട് ചെയ്ത അത് ലെഫ്റ്റ്, മാക്സിമം ലെഫ്റ്റ് പിടിച്ചു പോലെ. In half a mile, take the M25, A1 ഇത് കാണിക്കുന്നത് കറക്റ്റ് ആണോ? ആ ഇത് കറക്റ്റായിട്ട് കാണിക്കുന്നു. സൂം ചെയ്ത് നോക്കി. ലെഫ്റ്റ് പോകും. Take the M25 round. Christmas trees. M25. In 800 feet, at the roundabout, take the second exit onto the M25 south route to M20, M23. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാനാണ് പറയുന്നത്. സ്ട്രേറ്റ് എന്നാ കാണിക്കുന്നത്. ഇവിടുന്ന് നേരെ ക്രോസ് കാണുന്ന ഹൈവേ അല്ലേ? ഉം. ആ ഹൈവേയിലോട്ടാ കയറേണ്ടത്. ആൾക്കാരൊക്കെ പോകുന്നുണ്ടല്ലോ. Exit the roundabout onto the ramp. Turn right. 3 ലൈനുണ്ട്. എന്താ ഉച്ചയോ വണ്ടി എന്താ ചെറുക്കുന്നുണ്ട്. Continue on M25 for 8 miles. അല്ല സ്ട്രേറ്റ് ഇനിയാണ്. ക്യാമറ ഇത് വെച്ചിട്ടുണ്ട്. ചാർജ് ഉണ്ട് കേട്ടോ. ആണോ? എന്ത് എഴുതുന്നത്? പേ ഡാർട്ട് ചാർജ് ഫ്രം ടുമോറോ ഓൺവേർഡ്സ്. എഴുതി വെച്ചിട്ടുണ്ട്. ഡാർട്ട് ഫോർട്ട് ക്രോസിംഗ് എന്തോടെ എഴുതി വെച്ചിരിക്കുന്നത്? പേ ഓൺലൈൻ അങ്ങനെ എന്തോ കണ്ടു. ടുമോറോ എന്നല്ലേ എഴുതിയിരിക്കുന്നത്? അല്ല ഞാനത് ശരിക്കും വായിച്ചില്ല, എനിക്ക് ഫുൾ വായിക്കാൻ പറ്റില്ല. അവിടെ നോക്കണേ. പേ ഡാർട്ട് ചാർജ് ബൈ മിഡ്നൈറ്റ് ടുമോറോ. അല്ല അപ്പൊ നമ്മള് പേ ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ. ആ. നോക്കിക്കോണേ എന്തോന്ന് നീ എഴുതി വെച്ചോ. ഡാർട്ട് ചാർജ് എന്താ? മറ്റേ വഴി പോയിരുന്ന എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഡാർട്ട് ചാർജ് എന്തോ കുഞ്ഞേ, നമുക്ക് എടുക്കാം. നമ്മൾ വണ്ടി നിർത്തുമ്പോ എടുക്കാം. അത് എടുത്ത് തരാം. ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല, അച്ഛൻ വണ്ടി ഓടിക്കുമല്ലേ. തരാം. മാളു ഒന്ന് എടുത്ത് കൊടുക്കുന്ന. മിണ്ടാതിരിക്കുന്നുണ്ടോ പക്ഷേ? പിന്നെ എടുക്കാം. വണ്ടി ഇതെന്തോ നിർത്തുമ്പോ ഡ്രാഡ്ഫോർഡ് ക്രോസിംഗ്. ചിലപ്പോ അതുമല്ല ആയിരിക്കും എന്തെങ്കിലും. ഇല്ല, എന്ത് ഇത് സംഭവം നോക്കാം. ഞാൻ എന്തായാലും ഇത് ചെയ്തിട്ടുണ്ട്. ഡാർക്ക് ചാർജ് നേരെയല്ലേ പോകുന്നത്? അതെ. അതിനെ നോക്കൂ. നേരെയല്ലേ ഇതിനകത്ത് ഇതിനകത്ത് കാണിക്കുന്നത്? നേരെ, പക്ഷെ അതിലൂടെ നോക്ക്. അയച്ചെന്ന വാട്സാപ്പ് മെസ്സേജ് എടുക്കാം.
ഈ ഇടതും വലതും തിരിയാനുള്ള വഴികളൊന്നുമില്ല. അതുകൊണ്ട് നേരെ പോകാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നേരെ പൊക്കോണ്ടേയിരിക്കുക. ഇത് പ്രിവ്യൂ നോക്കിയാ കാണിക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലത്. മറ്റേ സോൺ ഡാർട്ട് മറ്റേ ഏരിയയിലെത്തി. എന്തോ ഒരു കൺജഷൻ അല്ല മറ്റേ അതെ അതെ. രണ്ട് കൈയും പിടിക്കാതെ ഓടിച്ചോണ്ട് പോകുന്ന ആ ലൈൻ ആയതുകൊണ്ടാണ് ഡാഷ് ലൈൻ ഇട്ടിരിക്കുന്നത്. ഇല്ല, അത് ആ സോൺ ആയതുകൊണ്ടാണ്. സോൺ ഈ സോൺ ഇത് ആ സോണിനകത്തൂടെ പോകാം. മറ്റേ ഇത് ഗ്രീൻ ലോ കാർബൺ എമിഷൻസ്. ULEZ അങ്ങനെന്താ ഹൈവേ. പക്ഷേ ഇതിന് ഒഴിവാക്കുന്നുണ്ട്. അതിന് അകത്തുള്ള സ്ഥലങ്ങൾ ഇതിനകത്ത് തന്നെ കാണിക്കുന്നത് A13 വെസ്റ്റ്. അപ്പൊ ഇങ്ങനെ തന്നെ കാണിക്കും. ഇവിടെ നിന്നാണ്ട് നമ്മള് അകത്തോട്ട് കറങ്ങാം അല്ലേ? ഡാർട്ട് ചാർജ് പേ ഓൺലൈൻ. എന്ത് സംഭവം? വണ്ടി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റേ ANPR ക്യാമറ ഉള്ള ഇവിടെ എല്ലാം ANPR ക്യാമറ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ അവര് നമുക്ക് നോക്കാം. രണ്ടിന് ചെന്നിട്ട് നോക്കാം. എല്ലാത്തിനും അങ്ങ് ചാർജ് ചാർജ്. അത് ഫ്ലൈയിങ് ആണ്. വിൻഡ് മില്ലല്ല അത്. വിൻഡ് മില്ലല്ല അത്. മില്ലല്ല പറയുന്നത്. ഇത് കാറ്റാടി മലയാളത്തിൽ കാറ്റാടി, പക്ഷെ ഇംഗ്ലീഷിൽ വിൻഡ് മിൽ. അത് വിൻഡ് എനർജി എന്ന് പറയും. അത് വെച്ച് 2 നമ്മൾ miles, take the A13 west exit. ക്യാമറ ഉണ്ട് ഇവിടെ കാണുന്നുണ്ടോ? എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടല്ലോ പേ ഡ്രാഫ്റ്റ് ചാർജ് ഓൺലൈൻ ബൈ മിഡ് നൈറ്റ് ടുമോറോ. അതായത് ഇന്ന് രാത്രി അടയ്ക്കണം. ഇന്ന് യാത്ര ചെയ്യുന്നതിന്റെ പൈസ ഇന്ന് രാത്രി അടയ്ക്കണം. ശരിയല്ലേ? മിഡ്നൈറ്റ് ടുമോറോ. ടുമോറോ അല്ലേ? നാളെ രാത്രിക്കും പഠിക്കണം. ആയിരിക്കും. ലണ്ടനിൽ ചെന്നിട്ട് നോക്കാം. ഈ റോഡിൽ കൂടെ പോകുന്നതിനും പൈസ കൊടുക്കണം. അവിടെ ബോർഡ് എഴുതണ്ട ഫൈൻഡ് us on. നമുക്ക് ലാസ്റ്റ് ലൈൻ പിടിക്കാം കേട്ടോ. ലാസ്റ്റ് ലൈൻ പിടിക്കാൻ പോകാം കേട്ടോ. അങ്ങനല്ലേ കാണിക്കുന്നേ? അങ്ങനല്ലേ കാണിക്കുന്നേ? ഇത് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് റൗണ്ട് പോട്ടാ. റൗണ്ട് ബോട്ടിൽ നിന്ന് റൈറ്റിലോട്ട് പോകാനാന്നല്ലേ പറയുന്നത്? ഇതിനകത്ത് എവിടെ കാണിക്കുന്നത്? അങ്ങോട്ട് തന്നെ കാണിക്കുന്നത്. റൈറ്റിലോട്ട് പോകാനാ കാണിക്കുന്നത്. In a quarter of a mile, take the A13 west exit. 13 എക്സിറ്റിൽ പോയിട്ട് റൈറ്റിൽ പോകാൻ.
റോഡിൽ തന്നെ നിൽക്കുന്നത്. ഇനി എക്സിറ്റ് ഉണ്ടോ? Take the A13 West exit. നെക്സ്റ്റ് എക്സിറ്റ് ഞാൻ തോന്നുന്നു. In 1,000 feet at Mardyke Junction, take the third exit onto the A13 West route to London, East London Central. ഈ വണ്ടികളൊക്കെ പോകുന്നതിൻ്റെ ഇവിടെ പോകാൻ പറ്റും. ഇവിടെ എന്തോ റോഡ് ഇവിടെ നമുക്കുള്ള എല്ലാം തോന്നുന്നു. അപ്പുറത്തെ ലൈൻ നമുക്ക് അങ്ങോട്ടായിരുന്നു പോകേണ്ടത്. ആണോ? ആ ലൈനിലായിരുന്നു നിൽക്കേണ്ടത്. എന്തുവാ? ആ ഇതിനുമ്പ് നമ്മൾ പോയിട്ടുള്ള വഴി തന്നെയാണ്. ഇതിനുമ്പ് നടന്നു കറക്റ്റ്. ഇതിനുമ്പ് പോയിട്ടുള്ള വഴി ഇതൊന്നും വിൻഡ് മില്ലല്ല. ഇതൊന്നും വിൻഡ് മില്ലല്ല. ഇത് വിൻഡ് മില്ലല്ല. ഇത് വിൻഡ് മില്ലല്ല. അത് കറണ്ട് വയറാണ്. അത് കറണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധനം. നെറ്റിന്റെ കറണ്ട് വീട്ടിലോട്ടൊക്കെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ആ വിൻഡ് മില്ല്. ലണ്ടനിന്റെ ബൗണ്ടറി ലൈൻ. ഇനി ഇവിടെ എല്ലാം 50 സ്പീഡ്. 70 കാണിക്കുന്നില്ല. അമ്പതല്ല, 20. അങ്ങോട്ടല്ലേ ഈ 3 ലൈൻ. നമ്മളതിന്റെ മേളിലായി വിൻഡ് മില്ല്. ഫാസ്റ്റ് ആയിട്ട് അതിന് പറയുന്നത് വിൻഡ് ടർബൈൻ എന്നാണ്. വിൻഡ് ടർബൈൻ. ഓക്കെ, പക്ഷെ പേപ്പർ പിക്കിനകത്ത് പറയുന്നത് വിൻഡ് മില്ല്. വിൻഡ് മില്ല് വേറെ, ഇത് വിൻഡ് ടർബൈനാണ്. ഇഷ്ടം പോലെ ഉണ്ട്. 1, 2, 3 പിന്നെ In a quarter of a mile, keep right to stay on A13. അപ്പുറത്തെ ലൈനിൽ നിൽക്കണോ? എനിക്ക് ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. ഇവിടെ അങ്ങോട്ട് ഫുൾ 3 ലൈൻ ആവട്ടെ. കണ്ടുപിടിയത് വിൻഡ് മില്ലാണ്. Keep right to stay on A13. സെൻട്രൽ ഡാങ്കം. ഇത്
നമ്മള് ഓർമ്മയില്ല, നമ്മള് മാർക്കറ്റിൽ പോകുന്ന വഴിയാണിത്. ആ വഴി തന്നെ പോകുന്നത്. മാർക്കറ്റിന്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ പാർക്ക് ചെയ്യാൻ പോകുന്നത്. ആ സ്റ്റേഷനിൽ വന്നിട്ടാണ് ട്രെയിൻ കയറേണ്ടത്. ഈ വിൻഡ് മില്ലാണെങ്കിൽ വിൻഡ് ഉപയോഗിച്ചാണ് കറണ്ട് ഉണ്ടാക്കുന്നത്, അറിയാം അല്ലേ അച്ഛാ? ടിൽഡ ഓർമ്മയില്ലേ? ആ വഴിയാണിത്. ചുമ്മാ അവിടെ കിടന്ന് കറങ്ങിയത്. ഇല്ല. സെൻട്രൽ ലണ്ടൻ പാർക്കിംഗ് ഡോക്ക് ലൈൻ, ഇതെല്ലാം ഈ 3 ലൈനിൽ നിന്നാണ് സെൻട്രൽ ലണ്ടനിലേക്കാണ് പോകുന്നത്. ഭയങ്കര വലുതാണ് വീട്ടുമേലൊക്കെ, അറിയാം? വീട്ടുമേലൊക്കെ ഭയങ്കര വലിയ സാധനം. അത് ഭയങ്കര വീട്ടുമേലൊക്കെ എന്താ ശരി ക്രെയിൻ ഉണ്ട്. വീട്ടുമേൽ ഇവിടെ കണ്ടോ വീട്ടുമേല്? ഇതൊക്കെ 50 കേട്ടോ. വെള്ളം നാട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് 50. ഇവിടെ മുതൽ ഈ വീട്ടുമില്ലാത്തൊരു 15,000 വയറാണ് അല്ലേ? ഇഷ്ടം പോലെ വയറാണ് അവിടെ. ഇത്ര ഏരിയയുടെ കിട്ടും. ആ ബിൽഡിങ്ങിന്റെ ഷേപ്പ് ഏകദേശം ഇവിടെ തസ്ത ഉണ്ടോ? മാത്രമുണ്ടോ? ഈഗോ ചക്ക. എന്ത് ചക്കയായിരുന്നു? അരക്കുന്ന ചക്ക. ഇവിടുന്ന് ഇങ്ങോട്ട് 40. അവരെ ശരിക്കും ചക്കു. ആദ്യത്തെ പ്രാവശ്യം പോയത് വഴി ഓർമ്മയുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ നേരെ അതിന്റെ ഫ്രണ്ട് ചെല്ലുമായിരുന്നു. ഹൈവേ വഴി വേറെ വഴിയായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പോയത് വഴി കൂടെ, ഈ ചെറിയ വഴി കൂടെ ഓർമ്മയുണ്ടോ? ഒരുപാട് സിഗ്നലൊക്കെ ഉള്ള. അതെനിക്ക് തോന്നുന്നു മറ്റേ നമ്മൾ അവിടുന്ന് ഇതെടുത്തതാണ് തോന്നുന്നു. അവിടുന്ന് അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. മാർക്കറ്റിലാണ് അവിടെ ഒരു സ്ഥലത്ത് നമ്മള്
ചക്ക് വേറൊരു റോഡിലേക്ക് കയറിയില്ലേ, അതാണ്. ചക്ക് പത്തേലേ ചക്ക് 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 താഴെ കൂടെ പോയാലും അവിടെ തന്നെ ചെന്ന് കയറും. സിഗ്നലുകളുണ്ട്. അപ്പുറത്തുനിന്ന് ഇപ്പൊ എന്നുള്ള വണ്ടികളെല്ലാം ഫ്ലൈ ഓവറിൽ കയറി അങ്ങ് അപ്പുറത്താണ്. ചക്ക് ഈ ലൈനിൽ നിന്നാ മതി, അപ്പുറത്തോട്ട് പോകണം. ചക്ക് 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 In a quarter of a mile, keep right to continue on Alfred's Way, A13. ആ റൗണ്ട് ബോട്ടിൽ തന്നെ നമ്മൾ ചെന്ന് മാർക്കറ്റോട് തിരിയുന്ന റൗണ്ട് ബോട്ട്. അവിടുന്ന് മാർക്കറ്റ് റൈറ്റോട് ഉണ്ടായിരിക്കും വെച്ചത്. Keep right to continue on Alfred's Way. Continue on A13 for 4 miles. ഈ പച്ചട്ടിയിലുണ്ടോ? അമ്മയിലാണോ? ആ അതെ അതെ. ചക്ക് സൈഡിലാണ്ട് പ്ലാന്റ് എല്ലാം അമ്മ ഇതുവഴി തന്നെയാണ് ഇനി പോയത് അല്ലേ? ആദ്യത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം ഇതുവരെയല്ല. രണ്ടാമത്തെ നേരെ ഇവിടെ ഹൈവേന്ന് ജസ്റ്റ് താഴെ ഇറങ്ങി കയറുമായിരുന്നു. വേഗം ചെന്നു. ഈ പിള്ളേരെ കൊണ്ട് ഒരു വഴിക്ക് ഇറങ്ങാൻ പറ്റില്ല. മാളു മര്യാദക്ക് ഇരിക്കും അവിടെ. എന്തിനാ വഴക്കെടുത്ത് പറ. ചുമ്മാതല്ല, നിന്റെ കയ്യിൽ നീ എന്താ അവളുടെ സാധനം എടുത്തത്? നീ നേരെ ഇരുന്നേ. ആ കൊടുക്കടി അവക്ക്. എന്തോ ആയാലും കൊടുക്ക. ആ അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, നീ എന്തെങ്കിലും എടുക്കാതെ അവൾ വഴക്കിടത്തില്ല.
ഇപ്പൊ പിടിക്കാൻ പറ്റത്തില്ല. അച്ഛ വണ്ടി ഓടിക്കുക. ചാടിയിട്ട് ഇപ്പുറത്ത് ഫ്രണ്ടിൽ കയറിയാലോ. കഴിഞ്ഞ ദിവസം അന്ന് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് പോയപ്പോഴും ഇതുവഴി തന്നെയാ പോയത്. ഈസ്റ്റ് ഇന്ത്യയുടെ ഇത് കണ്ടില്ലേ? സെക്കൻഡ് ആയി ഇതുവഴി തന്നെയാ പോയത്. In a quarter of a mile, slide right onto Newark Way, A13. ഓർമ്മയില്ലേ അതിനകത്തൂടെ കയറി പോയത്? അപ്പൊ നമ്മൾ പറയുകയും ചെയ്തില്ല എങ്ങനെ ഒരു വണ്ടി ഇതിനകത്തൂടെ കയറി പോകുന്നതിനൊക്കെ. സ്ലൈഡ് റൈറ്റ്. Slide right onto Newark Way, A13. In a quarter of a mile, continue straight onto East India Dock Road. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മൾ ഏത് റോഡിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത്, ആ വഴി ഏത് ലൈനാണെന്ന് വെച്ചാൽ ആ റോഡിൽ അത് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ സിഗ്നലും റോഡിലുണ്ട്, അതായത് വര റോഡിലുണ്ടാവും, റോഡിൻ്റെ ഫ്ലോറിലുണ്ടാവും. സാധാരണ അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കത്തില്ല. അത് മിക്കവാറും ഇവിടെ എല്ലായിടത്തും ഉണ്ട് അത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് റോഡിൽ നോക്കുക, തറയിൽ നോക്കുക, നമ്മുടെ സ്പീഡ് എത്രയാണ്, ഏത് ഡയറക്ഷനാണ്, ഏത് സ്ഥലത്തേക്കാണ്, അതെല്ലാം ഉണ്ടാവും. സ്പീഡ് എത്രയാണ്, മീൻസ് റെഡ്യൂസ് സ്പീഡ്, സ്റ്റോപ്പ്, സ്പീഡ് ലിമിറ്റ്, ഡയറക്ഷൻ എല്ലാം റോഡിലും ഉണ്ടാവും. സാധാരണ എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. Continue straight onto East India Dock Road, A1261. Continue on A1261 for half a mile. In a quarter of a mile, use the left two lanes to take the A1206 exit toward Isle of Dogs, Canary Wharf. Use the left two lanes to take the A1206 exit. In 800 feet, at the roundabout, take the first exit onto Preston's Road, A1206. Exit the roundabout onto Preston's Road. Continue on A1206 for half a mile. Marshall Road. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതാണ് മാർക്കറ്റ്. പിന്നെ ബാക്കി കാണും HSBC ഉണ്ട്. HSBC അവിടെ അതിൻ്റെ എവിടെയാണ് മാർക്കറ്റ്? അതുകൊണ്ട് അമ്മി സാധനം എന്തോ അമ്മി വലിയ സാധനം ക്രെയിൻ. ഇതാണ് ക്രെയിൻ. ഏതാ ഏറ്റവും വലിയ ക്രെയിൻ? സാധനം കയറി ഇറങ്ങിയിട്ട് ഇതായിരിക്കും ഏറ്റവും വലിയ ക്രെയിൻ. In 1,000 feet, at the roundabout, take the third exit onto Marsh Wall. റൗണ്ടബോട്ട് ഉണ്ട്. ഇതാണെന്ന് തോന്നുന്നല്ലേ തേർഡ് എക്സിറ്റ്.
In 1,000 feet, turn left onto Lime Harbour. ആ ബസ് സ്റ്റോപ്പിലായിരിക്കും നമ്മൾ വരേണ്ടത്. അവിടെ കണ്ട് ഈ ഇവിടെ എല്ലാം പിന്നെ പാർക്കിംഗ് ഒരുപാടുണ്ട്. ഇതുണ്ടോ പാർക്കിംഗ് എഴുതിയിരിക്കുന്നത്? ഇതാണ് Turn left onto Lime Harbour, building. then turn left onto Skylines Village. Skylines Village. Turn left onto Skylines Village, then turn left to stay on Skylines Village. ഇതുണ്ട്. ആണോ? അതെന്താണ്? Press the button for the call assistance. നമ്മുടെ എടുത്ത് നോക്കിയിട്ട് എവിടെ ആയിരുന്നു പാർക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് എനിക്ക് അയച്ചായിരുന്നു അത്. എൻ്റെ മൊബൈൽ എടുത്തിട്ട് നമ്മളെ തൽക്കാലം എങ്ങോട്ടേലും ഒതുക്കും, എന്നിട്ട് നമുക്ക് നോക്കാം. അതല്ലേ നല്ലത്. Head north on Skylines ഓൾറെഡി Village. പുറകെ വണ്ടിയുണ്ട്. ഇവിടെ എങ്ങനെ ഇടാം, നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം. അയാൾ പുറകെ നിൽക്കുക. നമ്പറിലാണ് വെയിറ്റ് ചെയ്യാം. തൽക്കാലം ഇവിടെ